ഫസ്റ്റ് മൂവി സൂഫിയും സുജാതയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടുമിക്ക ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പടങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്യാമറ അതിന്ന് ഞാൻ സൂക്ഷിച്ചു. സിനിമ ചെയ്യാം, ആക്ച്വലി സിനിമയിൽ ഫോട്ടോഗ്രാഫി ചെയ്യാന്നല്ല, ഒരു സിനിമ ചെയ്യണമെന്നാണ്. സൂഫിയില് അതിഥിയുടെ സൈക്കിളിൽ വരുന്ന അതൊരു സ്പെഷ്യൽ മൊമെന്റിൽ അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇത്രയും ബിഗ് ബഡ്ജറ്റ് ഫസ്റ്റ് മൂവിയാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. സിനിമ എടുക്കുമ്പം അതിലെ നടീനടന്മാരെ നമുക്കറിയായിരിക്കും, ഡയറക്ടറിനെ അറിയായിരിക്കും, സ്ക്രിപ്റ്റ് റൈറ്ററിനെ അറിയായിരിക്കും, സിനിമാറ്റോഗ്രാഫറിനെ അറിയായിരിക്കും. പക്ഷെ അതിനപ്പുറം ഒരുപാട് അൺസങ് ഹീറോസ് ഉണ്ടാവും. ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്യാങ് ഓഫ് ക്രിയേറ്റീവ് പീപ്പിൾ. അതിലൊരാളാണ് നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത്, വിഷ്ണു എസ് രാജൻ, ദ ഫോട്ടോഗ്രാഫർ ഓഫ് ആട് 3 മൂവി. ഹലോ വിഷ്ണു, എങ്ങനെ പോകുന്നു ആട് 3 പ്രൊമോഷൻസും? പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഇന്റർവ്യൂസ് ഒക്കെ പോകുന്നുണ്ടോ? ഇത് ഫസ്റ്റ് ഇന്റർവ്യൂ. ഓക്കെ, ഗ്രേറ്റ്. ശരി, ആട് 1ഉം 2ഉം വിഷ്ണു അല്ല ചെയ്തത്. അപ്പം ആട് ഇറങ്ങിയ സമയത്ത് വലിയ പോപ്പുലർ ആയിട്ടുള്ളൊരു ഇതായിട്ടല്ല ഇറങ്ങിയത്. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അതൊരു ഭയങ്കര പോപ്പുലർ മൂവി ആയത്. അതിനുശേഷം 2 ഇറങ്ങിയതും ഒക്കെ. അപ്പൊ ആട് 3യിലേക്ക് വിഷ്ണുവിനെ വിളിക്കുമ്പോൾ വിഷ്ണുവിനത് ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയില്ലേ? കാരണം ഇത് ഓൾറെഡി ഒരു ബിൽഡപ്പ് പോപ്പുലാരിറ്റി ഉണ്ട്. അപ്പൊ അതിലൊരു പേടി അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷൻ വന്നില്ലേ? അതെ, ആക്ച്വലി 1നും 2ഉം ഞാനല്ല ചെയ്തത്. 3 ചെയ്യുമ്പോഴത്തേക്ക് അത്രയും റിസ്ക് ഫാക്ടർ കൂടുതലാണ്. 1നും 2നും എബോവ് ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് ഞാൻ കൊടുക്കേണ്ടി വന്നു. അതെ, അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടാണ് പടം ഷൂട്ട് ചെയ്തത്. അതെ, എന്തായിരുന്നു പ്രിപ്പറേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആക്ച്വലി ഞാൻ ഫുള്ള് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം മെയിൻ ആയിട്ടുള്ള സീക്വൻസുകൾ മാർക്ക് ചെയ്തു. അതെങ്ങനെ നമുക്ക് ബെസ്റ്റ് ഓഫ് ക്വാളിറ്റി ഔട്ട്പുട്ട് ഫോട്ടോഗ്രാഫ്സ് കൊടുക്കാമെന്നുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ചില സീനുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചില ലെൻസുകൾ കമ്പനിയായിട്ടുള്ള സംസാരിച്ചിട്ട് കുറച്ച് ലെൻസുകൾ ക്യാമറ ക്യാപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആ സീൻ എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് ഏത് ലെൻസ് വെച്ച് യൂസ് ചെയ്യാമെന്നുള്ളത് ഒരു ഐഡിയ റിസർച്ച് ചെയ്തതിന് ശേഷം കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് സോണിയും ക്യാനോണുമായിട്ടുള്ള കൊളാബിൽ ചില ലെൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു വിഷ്ണുവിനെ ഇതിലേക്ക് ഉള്ള ഹൗ ഡിഡ് യു റീച്ച് ടു ആട് 3? ഞാൻ ഇപ്പം ഫ്രൈഡേ ഫിലിം ഹൗസുമായിട്ട് 8ാമത്തെ സിനിമയാണ്. അപ്പം ഫസ്റ്റ് മൂവി സൂഫിയും സുജാതയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടുമിക്ക ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പടങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഇഷ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു സിനിമയിൽ അസിസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. അതും ഇഷ്ക് പോലുള്ള ഒരു അത്യാവശ്യം നല്ലൊരു മൂവിയിലേക്കുള്ള ഒരു ചാൻസ് ആയിരുന്നു. അവിടുന്ന് 2 പടം ഞാൻ ആക്ച്വലി അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൂക്കയും ഇഷ്കും. ആസിഫ് ഹക്കീമിൻ്റെ കൂടെ ആയിരുന്നു അസിസ്റ്റ് ചെയ്തത്. അവിടെ നിന്നുള്ള ഒരു വർക്ക് ഔട്ട്പുട്ട് കൊണ്ടിട്ട് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫസ്റ്റ് മൂവി കിട്ടി. ഓക്കെ, അപ്പൊ ഇഷ്കിലും ലൂക്കയിലും അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഇൻ ദാറ്റ് കേസ് ഡു യു ഗെറ്റ് ടു റീഡ് ദ സ്ക്രിപ്റ്റ്? സ്ക്രിപ്റ്റ് റീഡ് ചെയ്യാൻ ആക്ച്വലി അസിസ്റ്റന്റ് ആയിരുന്ന സമയത്ത് സ്ക്രിപ്റ്റ് റീഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ബട്ട് നമ്മൾ ഷൂട്ട് സമയത്ത് സ്ക്രിപ്റ്റ്, അതായത് സിനിമയുടെ കഥ നമുക്ക് പറഞ്ഞു തരും. അപ്പം ADs ആയാലും അസോസിയേറ്റ്സ് ആയാലും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഏത് മൂഡാണ് സിനിമയുടെ മൂഡ്, ഓരോ ക്യാരക്ടർ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന്റെ ഒരു ലൈൻ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രീഫ് തരുമായിരുന്നു. അപ്പൊ ആടിന് മൂഡ് ബ്രീഫ് തന്നത് എന്തായിരുന്നു? എന്ത് മൂഡാണ് തന്നെ? അല്ല, ഇപ്പം നമ്മളിപ്പോ 2 ടൈം ലൈൻ മാത്രമേ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. മിഥുൻ ചേട്ടന് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളി അത് തുടക്കം മുതലേ ഈ സീൻ ബൈ സീൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ആദ്യമേ എന്നെ ബ്രീഫ് തന്നിരുന്നു. ഇതിങ്ങനെ വേണം, ഇതിങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. പിന്നെ അപ്പം നമുക്ക് വർക്ക് ചെയ്യാനും നമുക്കത് സോർട്ട് ചെയ്ത് പോകാനുള്ളത് ഈസി ആയിരുന്നു. വിഷ്ണു എന്ന ഫോട്ടോഗ്രാഫറിന്റെ ജേർണി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ഞാൻ പഠിച്ചതൊക്കെ എംടെക് ആണ്. എംടെക് കഴിഞ്ഞിട്ട് എഞ്ചിനീയറാണ്. ബിടെക് കഴിഞ്ഞ് എംടെക് ചെയ്തു. ബിടെക്കിന് ശേഷം ഒരു 3 years ഗ്യാപ്പിലാണ്, അല്ല മീൻസ്
M.Tech ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഫോട്ടോഗ്രാഫിയിലേക്കുള്ള ഒരു ആ ഗ്യാപ്പ് ഇതിനു വേണ്ടി എടുത്തതായിരുന്നു? അല്ല, 1 year ഗ്യാപ്പ് എടുത്തായിരുന്നു. അതിനുശേഷമാണ് M.Techന് അഡ്മിഷൻ കിട്ടുന്നതും പോകുന്നതും. ആ ഒരു 1 year ഗ്യാപ്പിലാണ് ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ 1 year കോഴ്സ് ആയിരുന്നു? ഇല്ല, കോഴ്സ് ചെയ്തിട്ടില്ല, ഞാൻ തനിയെ പഠിച്ചതാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം ആരെ ഇൻസ്പയർഡ് ആയിട്ടാണ് പഠിച്ചത്? കൂടുതലും ആരെ ഫോളോ ചെയ്താണ് പഠിച്ചത്? അല്ല, ഞാൻ ആ സമയത്ത് കുറച്ച് ഇന്റർവ്യൂസ് കാണുമ്പം വലിയ ഫോട്ടോഗ്രാഫേഴ്സിന് അപ്പം കൂടുതൽ ഫ്രെയിമിങ്, കൂടുതൽ ഇമേജസ് കാണുക, അങ്ങനെ കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാം, ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്റ്റാർട്ടിങ് ടൈമിലാണ്. അന്ന് ഇൻസ്റ്റാഗ്രാം ആയാലും പിന്നെ യൂട്യൂബ് ത്രൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വലി എൻ്റെ ഒരു ബേസിക് ക്യാമറ ഉണ്ടായിരുന്നു. അത് Canonന്റെ 600D. ഫസ്റ്റ് ക്യാമറ അതിന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ളതൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അല്ല, ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ലൈക്ക് പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്യാമറ ഫസ്റ്റ് ക്യാമറ അത് ക്യാമറ എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടി വാങ്ങിയ ഒരു ക്യാമറയാണ്. അപ്പൊ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇന്നും ഷെൽഫിൽ വർക്കിംഗ് അല്ല എങ്കിലും ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. അപ്പം M.Techന് ശേഷം വർക്ക് ചെയ്തിട്ടില്ല? അല്ല, M.Techന് ശേഷം ഒരു 1 year ഗ്യാപ്പ് വീട്ടില് പെർമിഷൻ ചോദിച്ചാൽ, അറിയാലോ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ഇപ്പം നമുക്ക് കരിയറിൽ ഇത്രയും അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലി എപ്പോൾ വേണമെങ്കിലും പോവാം, പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ 1 year ഉള്ളൊരു ഗ്യാപ്പ് വീട്ടിൽ പെർമിഷൻ ചോദിച്ചിട്ട് ഇറങ്ങിയത്. അപ്പൊ അത് സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള സ്ട്രഗിൾ എന്തായിരുന്നു? വിഷൻ സിനിമയിൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നോ? അതെ, സിനിമ ചെയ്യാം. ആക്ച്വലി സിനിമയിൽ ഫോട്ടോഗ്രാഫി ചെയ്യാന്നല്ല, ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നു. അപ്പൊ സിനിമയിലേക്കുള്ള ഒരു എൻട്രി. അപ്പൊ നമുക്ക് ആക്ച്വലി ഒരു ഐഡിയ ഇല്ലാത്തൊരു മീഡിയം, അപ്പം അതിലേക്ക് എൻട്രി ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. അത് അപ്പൊ ഇപ്പം ആട് 3-ലെ ഫോട്ടോഗ്രാഫർ ആയിട്ട് നിൽക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ ആസ് എ ഫോട്ടോഗ്രാഫർ ഓർ സിനിമാറ്റോഗ്രാഫി ആണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് പ്ലാൻ ചെയ്തത്. എന്തെങ്കിലും പ്ലാൻസ് സെറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, യു സ്റ്റിൽ വർക്കിംഗ്. ഓക്കെ, ഗ്രേറ്റ്. നമുക്കൊരു റാപ്പിഡ് ഫയർ ആവാം, ഒരു ബ്രേക്കിംഗ് ദ ഐസ് സെഷൻ ആവാം. ഫേവറേറ്റ് 3 ഫോട്ടോഗ്രാഫർ? Audi, Hariman, Hasif. Okay. Favorite lens? 85. Favorite subject? Human. Great. Favorite editing app? Lightroom. Okay. Favorite travel spot for shoot? Munnar. Okay. Like we have seen a lot of people telling stories through photography. Of course, photography do tell stories, right? അപ്പോൾ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ സ്റ്റോറി ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്ന് തോന്നിയ ഒരു പിക്ക് ഉണ്ടോ? അതിന്റെ ഒരു സ്റ്റോറി പറയോ? എൻ്റെ ലൈഫിലെ ഫിലിമിലാണോ അല്ലാതെ? എനിവേസ് വാട്ടെവർ പിക്ചർ. ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എനിക്ക് തോന്നിയൊരു ഇമേജാണ് സൂഫിയില് അതിഥിയുടെ സൈക്കിളിൽ വരുന്ന ഒരു അതൊരു സ്പെഷ്യൽ മൊമെന്റിൽ അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മൊമെന്റ്. ഓക്കെ. അപ്പോൾ ക്രിയേറ്റീവ് പ്രോസസ് എങ്ങനെയാണ്? ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ് എങ്ങനെയായിരിക്കും? ലൈക്ക് ഇഫ് എസ്പെഷ്യലി വെൻ യു വർക്കിംഗ് ഇൻ എ സിനിമ, അപ്പോൾ അവരൊരു മൂഡ് പറയും, ഈ നേരത്തെ പറഞ്ഞൊരു മൂഡ് പറയും അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പറയും. സോ ഡു യു ഡു എനിത്തിങ് കോൺഷ്യസ്ലി ടു വർക്ക് ഓൺ ദാറ്റ്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്കിപ്പം ഓരോ മൂവീസും ഓരോ മൂഡിലായിരിക്കും. ഇപ്പം നമുക്കൊരു ആദ്യമേ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഏത് ടൈപ്പ് ഓഫ് മൂവിയാണെന്നുള്ളൊരു. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ളൊരു പോസ്റ്റർ ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ടർ സൈഡിൽ നിന്ന് ഒരു ഐഡിയ തരും, ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് സീൻ ബേസ് പോകുമ്പോൾ ചിലപ്പം ഫോട്ടോഷൂട്ട് കാണും, ചിലപ്പം ലൈവായിട്ടുള്ള ഇമേജസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അങ്ങനെയാണ്, അത് ഡിപ്പെൻസ് ആണ്. ഓരോ പടവും ഓരോ രീതിയിലാണ്. ചില സിനിമകളുടെ ലൊക്കേഷൻസ് സീരീസ് ഒന്നും പുറത്തു വിടാറില്ല, നമ്മൾ ഫുള്ളി ഇൻഡോർ ഷൂട്ട് ചെയ്തിട്ട് മാത്രം പോകുന്നത്. ത്രൂഔട്ട് ദ മൂവി ക്രൂവിന്റെ കൂടെ ഉണ്ടാവോ? തീർച്ചയായിട്ടും. അപ്പോൾ ആസ് എ ഫോട്ടോഗ്രാഫർ, സിനിമയിൽ ഫോട്ടോഗ്രാഫറിന്റെ ഒരു വർക്ക് റൂട്ടീൻ ഒന്ന് പറയോ? ഡെയിലി റൂട്ടീൻ. ഡെയിലി റൂട്ടീൻ. ഓക്കെ. നമുക്ക് ഇപ്പം
മുമ്പ് വരെ വന്നുകൊണ്ടിരുന്നത് 6 to 9:30 ചാർട്ടാണ്. 6 o'clock നമ്മൾ ലൊക്കേഷനിലെത്തും. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ അവൈലബിൾ ആയിരിക്കും. എല്ലാ സീനും ക്യാപ്ചർ മീൻസ് എല്ലാ ഇമേജസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ക്യാപ്ചർ ചെയ്യും. അതായത് നേരത്തേക്ക് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഫോട്ടോസ് യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫോൺസിൽ എഡീസ് അതിന് സെപ്പറേറ്റ് എഡീസ് അവർ നോക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ള പോസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ ക്യാരക്ടർ പോസ്റ്റേഴ്സ്, കോയിൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന സ്റ്റിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചിലപ്പോൾ നമ്മൾ സെപ്പറേറ്റ് മാറ്റി നിർത്തി എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് മൂവ്മെന്റ് ഷോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ടേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. ഓക്കെ, ശരി ശരി. അപ്പോൾ ഈ ആഡ് 3യുടെ മൂവി പ്രോസസ്സിൽ വെൻ യു ആർ എ പാർട്ട് ഓഫ് ഇറ്റ്, ഹൗ വാസ് ദ ഫീലിംഗ് ഫോർ ദാറ്റ്? ഇതിപ്പോൾ നമ്മളൊരു 127 days ഷൂട്ട് ചെയ്തു. എൻ്റെ കരിയറിൽ ഇത്രയും ലോങ് അല്ലെങ്കിൽ ഇത്രയും ബിഗ് ബഡ്ജറ്റ് ഫസ്റ്റ് മൂവിയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം 1ഉം 2ഉം 3 ഇതൊരു ഫ്രാഞ്ചൈസിയാണ്. അപ്പം 3 നമ്മുടെ ഒരു വർക്കാണ് ഫസ്റ്റ് ഔട്ട്പുട്ട് ഇറങ്ങുന്നത്. അതെ അതെ. അപ്പം അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അല്ല, പേടി തുടക്കത്തിൽ അങ്ങനെ പേടിയല്ല. എന്നാലും നമുക്കൊരു വർക്ക് ചെയ്ത് അതായത് നമുക്ക് ആങ്സൈറ്റി, അതായത് ഒരു 1 വീക്കേ ഉള്ളായിരുന്നു. നമ്മൾ ആ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മീൻസ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 1 വീക്കിലേ ഉള്ളൂ. അതായത് ട്രാക്കിലേക്ക് വന്നപ്പോൾ എല്ലാവരും അടിപൊളിയായിരുന്നു, ഫണ്ണായിരുന്നു. ഞങ്ങള് ഏകദേശം ഒരു 10 months ഷൂട്ട് ഉണ്ടായിരുന്നു ടോട്ടലി. ആഡ് 3യിലെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഏതാ, ആരാണ്? അങ്ങനെയല്ല, എല്ലാവരും നമ്മളൊരു ഗ്യാങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആരൊക്കെ ഉണ്ടായിരുന്നു ഗ്യാങ്ങിൽ? കേക്കട്ടെ. ഞാന് DOP ടീം ഉണ്ടായിരുന്നു. പിന്നെ ഹരി, ഉണ്ണി, ഭഗത്തേട്ടൻ, ധർമ്മജൻ ചേട്ടൻ, എല്ലാവരും. ഞങ്ങളെല്ലാവരും ഒരു ഹോട്ടലിലാണ്. അപ്പൊ അല്ല, നമ്മള് ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ തന്നെ ഒരു 9 മണിയാവും. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും, കഥകൾ പറയും, പോയി സെയിം റൊട്ടീൻ 6 o'clock. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ബേബി ഷൂട്ട്സ് ചെയ്യുമ്പോൾ I've always wanted to ask a photographer, ഈ പൊതിഞ്ഞു വെക്കില്ലേ, ഇത് എത്ര നേരം നിലനിൽക്കും? അത് നമുക്കൊരു ടൈം പറയാൻ പറ്റില്ല. അതായത് നമ്മൾ കുഞ്ഞിനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ ചിലപ്പം കുഞ്ഞ് കരയും. അല്ലെങ്കിൽ റാപ്പ് ചെയ്ത് നമ്മളൊരു ചിലപ്പം 5 to 10 minutes കുഞ്ഞിനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ആട്ടണം. അപ്പം കുറച്ച് സമയം എടുക്കും. അതൊരു പ്രോസസ്സിങ് ആണ്. അത് നമുക്കിപ്പോൾ ഒരു വെഡിങ്ങിന് പോയാലോ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയം ഉണ്ട്, ഇത്ര സമയം തീരുമെന്ന്. ഇതിപ്പോ നമ്മള് ഒരു കോസ്റ്റ്യൂമിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ആ ഒരു മൊമെന്റിലായിരിക്കും കുഞ്ഞൊന്ന് ചിരിക്കുന്നത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മോന്റെ അല്ലാണ്ട് വേറെ കുഞ്ഞുങ്ങളുടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുഞ്ഞിതായിരുന്നു? അല്ല, ഡിഫിക്കൽട്ടി എന്ന് പറയാൻ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഈ പറയുന്ന 15 days വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരേപോലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഭയങ്കര കെയറിങ് ആയിരിക്കണം. ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കുറച്ച് റാപ്പ് ചെയ്ത് ശീലിച്ച്, അല്ലെങ്കിൽ ഒരു പാവയിലോ അല്ലെങ്കിൽ റാപ്പ് അല്ലല്ല, നമ്മളത് പേരൻസിന് റാപ്പ് ചെയ്യാൻ അറിയത്തില്ല. അതെ, നമ്മളത് പഠിച്ചിട്ടാ പോകുന്നത്. ഇപ്പം അത് ഈ ബേബി ഷൂട്ട് മാത്രം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പിന്നെ അത് അധികം ചെയ്യാറില്ല. ഇപ്പം റീസെന്റ് ഫ്രണ്ട്സിന്റെ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ ചെയ്തില്ല. കോൺസെപ്റ്റ് ഷൂട്ട്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവുമല്ലോ കരിയറിന്റെ ബിഗിനിങ് ടൈമിലൊക്കെ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഷൂട്ട് ചെയ്തായിരിക്കും? അല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ തുടക്ക സമയത്ത് നമ്മൾ ഇതുപോലെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ അതാണല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ടൈം. അന്ന് ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടുമായിരുന്നു ഫോട്ടോ. അപ്പൊ ഈ ഓണം സമയം, ക്രിസ്മസ് പേയ്മെന്റ് കിട്ടുമായിരുന്നു? ഇപ്പൊ പേയ്മെന്റ് മേടിക്കും. അപ്പൊ അന്നൊക്കെ ഇതുപോലെ നമ്മള് ഇന്നത്തെ പോലെ അല്ല, സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവ് അല്ല ആ സമയത്ത്. അപ്പൊ നമ്മള് ഓണത്തിന്, ക്രിസ്മസിന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇടാൻ, അല്ലെങ്കിൽ വിഷുവിന് ഫാമിലി ഫോട്ടോഗ്രാഫർ, എല്ലാ ഫാമിലി ഫംഗ്ഷൻ വരുമ്പോ എല്ലാം ഫോട്ടോ എടുക്കുന്ന? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാനീ പറഞ്ഞല്ലോ, ഞാനത് കഴിഞ്ഞിട്ട് കോഴ്സിന് പോയി, എംടെക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ട്രാക്കിലേക്ക് മാറി.
അത് പറഞ്ഞപ്പോഴാ ഹൗ ഡിഡ് യു ഡൈവേർട്ട് ഫ്രം എംടെക്? ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ എഞ്ചിനീയറിംഗ് വാസന്റ് യുവർ പ്ലാൻ? ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗിന് കയറിയതിന് ശേഷമാണ് സിനിമ പ്ലാൻ വന്നത്. ഓക്കെ, ശരി ശരി. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകും. ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എല്ലാ സിനിമാ പ്രാന്തനും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാമറ ഏതാണ്? വിച്ച് ലൈക്ക് ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു ഷൂട്ട് എടുക്കണം, ഒരു ക്യാമറ എടുത്ത് വാന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. അല്ല, അങ്ങനെയല്ല. അതായത് എടുക്കുന്ന ഷൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്യാമറ യൂസ് ചെയ്യുന്നത്. ഏത് ക്യാമറ യൂസ് ചെയ്യണമെന്ന് അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ഷൂട്ട് ആണ്. ഇതിപ്പം പ്രോഡക്റ്റ് ഷൂട്ടാണോ, അല്ലെങ്കിൽ ഒരു ബേബി ഷൂട്ടാണോ, അല്ലെങ്കിൽ നോർമൽ ഒരു ഷൂട്ടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡിപ്പെൻഡ്. അപ്പം എല്ലാ ക്യാമറകളും ഒരേ കളർ ക്യാപ്ചറിങ് അല്ല, ഡിഫറൻസ് ഉണ്ട്. ഔട്ട്പുട്ടിൽ ഡിഫറൻസ് ഉണ്ട്, ലെൻസിങ്ങിലെ കാര്യം വ്യത്യാസമുണ്ട്. അപ്പം ഒരു ക്യാമറ, ചില ക്യാമറകൾ തമ്മിൽ ലെൻസിങ്ങിന്റെ കോമ്പോസിഷൻ ഭയങ്കര രസമാണ്. അപ്പം അത് നമ്മൾ ഏത് ഷൂട്ട് എടുക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. ഈ മൂവി പോസ്റ്റേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് സേ വിഷ്ണു ചെയ്യാത്ത കുറെ മൂവി പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐ വോണ്ട് ടു ഡു സംതിങ് ലൈക്ക് ദിസ് എന്നുള്ള തോന്നിയിട്ടുള്ള ഒരു മൂവി പോസ്റ്റർ പറയാം. അത് നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ആ പടം വർക്ക് ചെയ്യണം എന്ന് തോന്നിയ പടങ്ങളുണ്ട്. പേരുകൾ പറയുന്നില്ല. അപ്പം അതില് അങ്ങനത്തെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയ ഒരുപാട് വർക്കുകളുണ്ട്. Okay. Who is a director you want to work with? Which is a dream of yours to work with? ഒരുപാട് പേരുണ്ട്. എല്ലാവരും പേരും. ലിജോ ജോസ് പെല്ലിശ്ശേരി, പ്രിയദർശൻ. രണ്ടെണ്ണം പോരെ? ശരി. Who is an actor that you want to work with? That ആ ആക്ടറിനെ ഒരുപാട് രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോസ് എടുക്കാം എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ആക്ടർ? അല്ല, എനിക്ക് വർക്ക് ചെയ്യാൻ ലാൽ സാറിന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമ്മൾ പൊളിക്കും. Okay. To end the session, can you give one advice to the newbies in this field? നമ്മൾ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാവുന്നുള്ളത്. അതെ, ഇത് നമ്മൾ ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരു സ്പെസിഫിക് ക്യാമറ മാത്രം ഫോക്കസ് ചെയ്യരുത്. അപ്പം ഞാനീ പറഞ്ഞ കണക്ക് ഏത് ഷൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പം ഇന്ന ക്യാമറ യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഷൂട്ടിന് ഏത് ക്യാമറയാണ് ഏതാണ് ബെറ്റർ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്യാമറകളും യൂസ് ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഡിഫറൻസ്, ഒരു ക്യാമറ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാ ക്യാമറകളും കഴിവതും പറ്റുന്ന രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്കൊരു എല്ലാ ലെൻസുകളും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഞാനീ പറഞ്ഞ കണക്ക് ഈ സിനിമയിൽ ഞാൻ അറൗണ്ട് ഒരു 12 ലെൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ചില ലെൻസുകൾ സ്പെസിഫിക് ആയിട്ടൊരു സീനിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ലെൻസുകൾ, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസുകൾ നമ്മൾ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പേഷ്യൻസ് വേണം. അതെ അതെ, പേഷ്യൻസ് വേണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു സീന് വേണ്ടിയിട്ട് ഇനി ലെൻസ് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ വരുത്തിക്കുമായിരുന്നു ആ ലെൻസ്. അങ്ങനെ നമ്മൾ ക്യാനോണിൻ്റെ 600mm പ്രൈം ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോണിയുടെ 50-150 എന്ന് പറയുന്ന ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അറൗണ്ട് ഒരു 8 to 10 RF ലെൻസുകൾ, ജി മാസ്റ്റർ ലെൻസുകൾ. ഇപ്പം മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ദ ബെസ്റ്റ് ക്യാമറ എന്ന് വിഷ്ണുവിന് തോന്നിയതാണ്? അല്ല, ഇപ്പം ഞാനിപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്യാമറ അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വീഡിയോഗ്രാഫിക്ക് ഒരു ക്യാമറ ആയിരിക്കാം, ഫോട്ടോഗ്രാഫിക്ക് ഒരു ഹൈബ്രിഡ്, രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളുണ്ട്. അപ്പം ഞാനിപ്പം കാനോണിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പേഴ്സണൽ ഷൂട്ടിനാണെങ്കിൽ R5 ആണ് ബെറ്റർ. സോണിയിലാണെങ്കിൽ A1-2 ഉണ്ട്, M5 ഹൈബ്രിഡ് ക്യാമറയാണ്. ഇപ്പം ഞാൻ M5 യൂസ് ചെയ്യുന്നുണ്ട്, കാനോണിൽ R5 യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഒബ്വിയസ്ലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കിതൊന്നും ആക്സസിബിൾ അല്ല. നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു രീതിയിലും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ക്യാമറ നല്ലത് വാങ്ങുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആക്സസിബിലിറ്റി ഇല്ലാത്ത ഒരു കൂട്ടം സ്റ്റാർട്ടേഴ്സ് ഉണ്ടാവും, സ്റ്റാർട്ടിങ് ആൾക്കാരുണ്ടാവും. അവർക്ക് കൊടുക്കാവുന്ന ഒരു ബെസ്റ്റ് ടെക്നിക് അഡ്വൈസ് എന്തായിരിക്കും? മേ ബി ദേ ആർ ഷൂട്ടിംഗ് ഇൻ ദ മൊബൈൽ
അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ? അല്ല, നമുക്കൊരു പ്രൊഫഷണൽ ഷൂട്ടിൽ ഒരിക്കലും മൊബൈൽ ഫോട്ടോ, ഇപ്പം ഒരു കോഡിങ്സ് കയറാനാണെങ്കിലും മൊബൈൽ ഫോട്ടോഗ്രാഫിയിലെ ഇമേജ് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫോണിൽ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയസിലേക്ക് പോകാനായിട്ട് ഇത്രയും പിക്സൽ റേറ്റിൽ ഇപ്പം നമ്മൾ ഇത്രയും വലിയ കോഡിങ്സ് അടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിലൊരു ഇമേജിന് പിക്സൽ ഡിഫറൻസ്, അത് മീൻസ് അതൊരു പ്രിന്റിന് ക്വാളിറ്റി കുറവ് വരും. അപ്പം ആ സമയത്ത് നമുക്ക് പ്രൊഫഷണൽ ക്യാമറ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം പുതിയതായിട്ട് വരുന്നവർ ചെയ്യാനുള്ളത്, ഫസ്റ്റ് നമുക്ക് ചിലപ്പോൾ വാങ്ങാനുള്ള ക്യാഷ് കാണത്തില്ല. അപ്പം ബേസിക് ആയിട്ടൊരു മീഡിയം ക്യാമറയിൽ സ്റ്റാർട്ട് ചെയ്യുക, വർക്കുകൾ ചെയ്യുക, അതിൽ നിന്ന് പതുക്കെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പൊ ക്യാമറയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് സജഷൻ? അതെ അതെ അതെ. അല്ല, അങ്ങനെയല്ല, പഠിക്കാൻ നമുക്ക് ഫോൺ മൊബൈലിൽ പ്രോ മോഡിൽ പഠിക്കാം. നോർമൽ ഡിഫാൾട്ട് ആയിട്ടുള്ള മോഡിൽ എടുക്കാതെ പ്രോ മോഡിൽ യൂസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് സെയിം ഒരു, അപ്പം കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും ഒരു പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ. സോ ആട് 3യുടെ വിശേഷങ്ങളും സക്സസ് ഒക്കെ ഇനിയും മേളിലേക്ക് പോകട്ടെ. ലെറ്റ് പീപ്പിൾ നോ മോർ അബൌട്ട് വിഷ്ണു എസ് രാജൻ ആസ് എ ഫോട്ടോഗ്രാഫർ, ആസ് എ ഹ്യൂമൻ ബീങ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ endeavors. Thank you so much for coming.